CPM ഏരിയ സമ്മേളന പൊതുയോഗത്തിന് റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയതിൽ പുതുതായി പ്രതിചേർക്കപ്പെട്ടവരിൽ മുഴുവൻ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. പന്തൽ കെട്ടിയവരടക്കം 30 പേർ പ്രതിപട്ടികയിലുണ്ട്. നേരത്തെ കണ്ടാലറിയാവുന്ന 500ഓളം ആളുകൾ എന്നായിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സംഭവത്തിൽ വഞ്ചൂർ SHO നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത പ്രമുഖരുടേതടക്കം വിവരങ്ങൾ കോടതി ആരാഞ്ഞിരുന്നു. റോഡടച്ച് സ്റ്റേജ് കെട്ടിയത് കോടതിയലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നതാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോടതിയുടെ മുന്നുത്തരവുകൾക്ക് വിരുദ്ധമായിട്ടാണ് നിലവിലെ നടപടിയെന്നും വിമർശനം ഉയർന്നു. സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടോ എന്നും റോഡുകളിൽ പൊതുയോഗം നടത്തുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും കോടതി ചോദിച്ചിരുന്നു. അതേസമയം പൊതുവഴിയിൽ CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ CPM ജില്ലാ സെക്രട്ടറി V. ജോയ് ഖേദപ്രകടനം നടത്തി. റോഡിൽ സ്റ്റേജ് കെട്ടിയത് ഏരിയ കമ്മിറ്റി ഒഴിവാക്കേണ്ടതായിരുന്നു. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിക്ക് പിഴവ് സംഭവിച്ചെന്നും ഇനി ശ്രദ്ധിച്ചു മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂവെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ വേദി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ ചില പ്രശ്നങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ആവശ്യമില്ലാത്ത ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും അതുമൊക്കെയായിട്ട് മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് കയ്യേറി സമരം നടത്തിയതിന് കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.